അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോണ കാര്യങ്ങളും പിന്നെ എൻ്റെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോകളുടെ കമൻറ്റിൽ ഓരോ കാര്യത്തെക്കുറിച്ച് ഹദീസിലും ഇസ്ലാമിലൊക്കെ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴേക്കേ അതിലൂടെ കമൻസിന് ആൻസർ പറയാറുണ്ട്. എന്നാലും ഇനിയും കുറച്ച് കമൻസൊക്കെ ഉണ്ട് ആൻസർ പറയാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോയുടെ ലാസ്റ്റും ഞാൻ കമൻറ്റിന് ആൻസർ പറയുന്നുണ്ട്. ഇന്ന് വീട്ടിൽ പോകണോണ്ട് ഞാൻ രാവിലെ തന്നെ കുളിച്ച് എന്നത്തെയും പോലെ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഖുർആനൊക്കെ ഓതി. എൻ്റെ വീഡിയോകളുടെ താഴെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കമൻറ്റാണ് നേരത്തെ എണീക്കാനുള്ള ടിപ്സ് എന്തെങ്കിലും പറയുമോ എന്ന്. എനിക്ക് ടിപ്സായിട്ട് പറയാൻ അറിയത്തില്ല. ഞാൻ നേരത്തെ എണീറ്റ് ശീലിച്ചത് എൻ്റെ വാപ്പായും ഉമ്മായും നേരത്തെ എണീക്കുമായിരുന്നു. 4:30 ആകുമ്പോൾ സാധാരണയായിട്ട് എൻ്റെ വാപ്പായും ഉമ്മായും ഒക്കെ എണീക്കും. കൊച്ചിലേ തൊട്ടേ അതൊക്കെ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഒരു മടിയില്ലാത്തത് നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ട്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ച് പിന്നെ നേരത്തെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ഞാനും ഉമ്മായും വാപ്പായും കൂടെയാണ് ഇന്ന് വീട്ടിൽ പോണത്. ബസ്സിൽ നമുക്ക് 4 മണിക്കൂറൊക്കെ എടുക്കും വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് എൻ്റെ വീട്. അത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും, എല്ലാവരും വളർന്ന സ്ഥലമായിരിക്കും എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളത്. 2:30 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തിയായിരുന്നു. നമ്മളിപ്പോൾ വീട്ടിൽ താമസമില്ലാത്തതുകൊണ്ട് വീട്ടിൽ പൊടിയൊക്കെ ആയായിരുന്നു, അങ്ങനെ തൂത്ത് തുടക്കുകയൊക്കെ ചെയ്ത് എന്നിട്ട് പിന്നെ ലൊഹറും അസറൊക്കെ നിസ്കരിച്ച് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഈ ഖുർആൻ കൊണ്ടുവന്നായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ഖുർആൻ. നിക്കാഹ് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഖുർആനാണ് റെഡ് കളറ്. എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ റെഡ് ഖുർആനാണ് കാണിച്ചിരുന്നത്. ഈ ഖുർആൻ ഞാൻ ഈ വീട്ടിൽ തന്നെ വെച്ചേക്കാമെന്ന് വിചാരിച്ച്. കാരണം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ബസ്സിലൊക്കെ വരുമ്പോൾ നല്ല സൂക്ഷിച്ച് വേണം കൊണ്ടുവരാൻ. അപ്പോൾ എപ്പോഴും ബസ്സിലൊക്കെ വരുമ്പോൾ നമുക്ക് കൊണ്ടുവരാൻ നല്ല പാടായിരിക്കും. നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോറ് കഴിച്ചായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ വീഡിയോ ഇട്ടതിൽ പറഞ്ഞായിരുന്നു എൻ്റെ വീട്ടിൽ കുറേ പൂച്ചകളുണ്ടായിരുന്നെന്ന്. ഈ വലിയ പൂച്ച നമ്മൾ വളർത്തിയിരുന്ന പൂച്ചയുടെ ഒരു കുഞ്ഞാണ്. ഈ കുഞ്ഞു പൂച്ച ആയിരുന്നപ്പോഴത്തേക്ക് ഇത് വേറെ വീട്ടിലൊക്കെ പോയി അങ്ങനെയൊക്കെ നടന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീട്ടിലൊക്കെ വരുമായിരുന്നു. നമ്മളിവിടെ നിന്ന് പോണതിന് മുമ്പ് ഇതിന് കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലത്തെ സെയിം കുഞ്ഞുങ്ങളൊക്കെ തന്നെ മുമ്പും ഇതിനുണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മളാണ് വളർത്തിയിരുന്നത്. ഇതിൽ ഫുള്ള് കറുത്തിരിക്കുന്ന പൂച്ചയെ പോലത്തെ ഒരു പൂച്ചയായിരുന്നു നമ്മുടെ ലാസ്റ്റത്തെ പൂച്ച. അതിനൊരു ദിവസം നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് വണ്ടിയൊക്കെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും അത് രക്ഷപ്പെട്ട് കുറേ നാളൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിലെ ഹാളിൽ ജനൽ തുറക്കുമ്പോഴത്തേക്ക് നേരെ കാണുന്നത് ഒരു പള്ളിയാണ്. ഈ പള്ളിയിലാണ് നമ്മൾ കൊച്ചിലേക്ക് പഠിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ബാങ്കൊക്കെ നല്ലപോലെ കേൾക്കാം. പക്ഷേ നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ബാങ്കൊന്നും കേൾക്കത്തില്ല, കാരണം അടുത്തൊന്നും പള്ളിയില്ല. ഈ മീൻ എൻ്റെ ഇത്താടെ മോൾക്ക് എൻ്റെ പൊന്നുമ്മ ഉംറയ്ക്ക് പോയിട്ട് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഉമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഉമ്മയുടെ ഉമ്മയാണ്. ഞാൻ പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഉമ്മാമായ പൊന്നുമ്മ എന്നാണ് വിളിക്കുന്നതെന്ന്. ഇത് ടേബിളിൻ്റെ അടിയിൽ വിരിച്ചേക്കുന്നതാണ്. എൻ്റെ ഇത്ത ക്രോഷ്യ ചെയ്തതാണിത്. പിന്നെ ഈ റോസാപ്പൂ വെച്ച് ചെയ്തേക്കുന്ന ഇത് ഞാൻ ഈ വീട്ടിൽ വെച്ചേക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ എൻ്റെ നിക്കാഹിൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം. എൻ്റെ നിക്കാഹൊക്കെ ഈ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു നടന്നത്. ഇതാണ് എൻ്റെ നിക്കാഹിൻ്റെ ഡ്രസ്സ്. ഇത് ഓവർ ഹെവിയൊന്നും അല്ല, അപ്പോൾ നമുക്കിത് വേറെ സ്ഥലത്തൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. ഇനി എൻ്റെ മാമിയുടെ മോളെ കല്യാണമൊക്കെ ഉണ്ട്, അന്ന് ഈ ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ മഗ്‌രിബ് ഇശായൊക്കെ നിസ്കരിച്ച് ഞാൻ സൂറത്തുൽ മുൽക്കാണ് ഇശ കഴിഞ്ഞിട്ട് എപ്പോഴും ഓതാറുള്ളത്. നിങ്ങൾക്ക് ഞാനിനി ഒരു കാര്യം കാണിച്ചു തരാം. ഇതൊരു കൊച്ചു ഖുർആനാണ്. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കുറേ ദിവസമൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഖുർആനൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നർ കഴിച്ച് ഡിന്നറിന് ചീനിയും മീൻകറിയും മീൻ പൊരിച്ചതാണ് ഇന്ന് കഴിച്ചത്. ഇനി ഒരു കമൻറ്റിൻ്റെ റിപ്ലൈ പറയാം. ഈ കമൻറ്റിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതാണ് കമൻറ്റ്. ഇതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഈ ലോകം അവസാനിച്ചാൽ എന്താണ് ഉണ്ടാവുക, വേറെ ലോകം ഉണ്ടാവുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിതിൻ്റെ ആൻസർ ഹദീസിലും ഖുർആനിലൊക്കെ പറഞ്ഞത് വെച്ചിട്ട് നോക്കാം. ഇസ്ലാം അനുസരിച്ച് ഒരു മനുഷ്യൻ 3 സ്റ്റേജിൽ കൂടെയാണ് പോണത്. ഒന്നാമത്തത് ദുനിയ, അതായത് ഈ ലോകത്തിലെ ജീവിതം. രണ്ടാമത്തത് ബർസഖ്, അതായത് നമ്മളുടെ മരിച്ചതിന് ശേഷമുള്ള ഖബറിലെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസത്തിലെയും ഇടയിലുള്ള ജീവിതം. മൂന്നാമത്തത് ആഖിറ, അതായത്
നമ്മൾ നരകത്തിലോ സ്വർഗത്തിലോ ആയിരിക്കും. സൂറത്തുൽ മുഅ്മിനൂനിലെ 100-ാമത്തെ ആയത്തിൽ ബർസഖിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് നിന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബർസഖ് എന്ന സ്റ്റേജിലേക്ക് പോകും. അവിടെ നമ്മൾ ഖിയാമത്ത് നാളിന് വേണ്ടി കാത്തിരിക്കും, നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ സ്റ്റേജിൽ നമ്മുടെ അവസ്ഥ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചതിൻ്റെ ഫലമായിരിക്കും. നമ്മൾ അള്ളാഹു പറഞ്ഞതുപോലെയാണ് ജീവിച്ചതെങ്കിൽ നമ്മളുടെ ഖബറിൽ നമ്മുടെ ജീവിതം സന്തോഷമായിരിക്കും. നമ്മൾ അള്ളാഹു പറഞ്ഞതുപോലെ അല്ല, തിന്മകൾ ചെയ്താണ് ജീവിച്ചതെങ്കിൽ നമ്മളുടെ ഖബർ ജീവിതം നരകത്തിൻ്റെ പോലെ ആയിരിക്കും. ലോകം അവസാനിക്കുമ്പോൾ ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം മരിച്ചു തീർന്നിരിക്കും. അപ്പോൾ അള്ളാഹു ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് പറയും ട്രംപറ്റ് ബ്ലോ ചെയ്യാൻ. അപ്പോൾ ഇസ്രാഫീൽ അലൈഹിസ്സലാം ട്രംപറ്റ് ബ്ലോ ചെയ്യുകയും മരിച്ചു കിടക്കുന്ന നമ്മളെല്ലാവരും ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേക്കും. അപ്പോൾ നമ്മുടെ ബർസഖ് എന്ന സ്റ്റേജ് അവസാനിച്ചു. അങ്ങനെ നമ്മുടെ ജഡ്ജ്മെൻറ്റ് ഡേ, അതായത് നമ്മുടെ വിധി ദിവസം തുടങ്ങും. ഒരു ദിവസമൊന്നുമല്ല നമ്മുടെ വിധി ദിവസം, അത് ഒരുപാട് ദിവസങ്ങളും വർഷങ്ങളും നമ്മൾ നിന്നിട്ടാണ് നമ്മുടെ വിധിയൊക്കെ പറഞ്ഞു തീർക്കുന്നത്. അന്ന് നമ്മൾ ഈ ലോകത്ത് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളുടെ വിധികളെല്ലാം പറയും. നന്മകളും തിന്മകളും അളക്കുന്ന ദിവസമാണ്. അപ്പോഴത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ഖുർആനിൽ പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ഒരു വേറെ വീഡിയോ ആയിട്ട് പറഞ്ഞു തരാം. അങ്ങനെ നമ്മുടെ നന്മകളും തിന്മകളൊക്കെ അളന്ന് നമ്മൾ സിറാത്ത് പാലത്തിൽ കൂടി പോകും. ആ പാലത്തിൻ്റെ താഴെ നരകമാണ്. ആ സിറാത്ത് പാലത്തെക്കുറിച്ചും ഒരുപാട് പറയുന്നുണ്ട് ഖുർആനിൽ. അതും ഞാൻ വേറൊരു വീഡിയോയിൽ നല്ലപോലെ പറഞ്ഞു തരാം. അങ്ങനെ നമ്മൾ സ്വർഗത്തിലോ നരകത്തിലോ എന്ന് അന്ന് അറിയാൻ പറ്റും. അപ്പോൾ മുതൽ നമ്മുടെ ആഖിറത്തിലെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അന്ന് ചിലപ്പോൾ നമ്മൾ നരകത്തിലായിരിക്കും, ചിലപ്പോൾ നമ്മൾ സ്വർഗത്തിലായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് എങ്ങനെയാണ്, അതനുസരിച്ചിട്ടാണ് നമ്മൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ പോണതെന്നൊക്കെ തീരുമാനിക്കുന്നത്. സ്വർഗത്തിലാണെങ്കിൽ ഇവിടത്തെ പോലെ ആളുകൾക്ക് വീടുണ്ടോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യന്. ഇവിടത്തെ പോലത്തെ വീടല്ല, അവിടെയും വീടുകളുണ്ട്. അത് മുത്തും സ്വർണവും ഒക്കെ വെച്ചിട്ടാണ്. ഹദീസിലൊക്കെ ഇതിനെപ്പറ്റി ഒരുപാട് പറയുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഫാമിലി കൂടെ ഉണ്ടാവുമോ എന്നാണ്. ഇതിൻ്റെ ആൻസർ ഖുർആനിലെ തൂർ എന്ന സൂറത്തിലെ 21-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. വല്ലദീന ആമനൂ വത്തബഅത്ഹും ദുരിയ്യതഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈഇൻ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീനുൻ. ഏതൊരു കൂട്ടർ വിശ്വസിക്കുകയും അവരുടെ സന്താനങ്ങൾ വിശ്വാസത്തിൽ അവരെ പിന്തുടരുകയും ചെയ്തിരിക്കുന്നുവോ അവരുടെ സന്താനങ്ങളെ നാം അവരോടൊപ്പം ചേർക്കുന്നതാണ്. അവരുടെ കർമ്മഫലത്തിൽ നിന്ന് യാതൊന്നും നാം അവർക്ക് കുറവ് വരുത്തുകയുമില്ല. ഏതൊരു മനുഷ്യരും താൻ സമ്പാദിച്ചു വെച്ചതിന്, അതായത് സ്വന്തമായിട്ട് ചെയ്ത നല്ല കർമ്മങ്ങൾക്ക് പണയം വയ്ക്കപ്പെട്ടവനാകുന്നു. നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ചാൽ അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ വെച്ച് കൂട്ടിച്ചേർക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അവിടെ രാത്രിയും പകലും ഉണ്ടാവോ എന്നാണ് ചോദിച്ചത്. നമ്മുടെ ആഖിറത്തിലെ ജീവിതം നരകവും സ്വർഗവും ഉണ്ട്. നമ്മൾ നല്ലത് ചെയ്താൽ നമ്മൾ സ്വർഗത്തിലും, നമ്മൾ തെറ്റുകളൊക്കെ ചെയ്താണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ നരകത്തിലും. നരകത്തിൽ എപ്പോഴും രാത്രി പോലെ ആയിരിക്കും. അവിടെ ഒരിക്കലും വെളിച്ചമേ കാണത്തില്ല. സ്വർഗത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിനെപ്പറ്റി അള്ളാഹു സൂറ അൽ ഇൻസാനിലെ 13-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. മുത്തഖീന ഫീഹാ അലൽ അറായികി ലാ യറൗന ഫീഹാ ശംസൻ വലാ സംഹരീറ. അവരവിടെ സോഫകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. വെയിലോ കൊടും തണുപ്പോ അവർ അവിടെ കാണുകയില്ല. സ്കോളേഴ്സ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, സ്വർഗത്തിൽ രാത്രിയോ പകലോ ഇല്ലെന്ന്. നമ്മൾ സ്വർഗത്തിൽ സമയം മനസ്സിലാക്കുന്നത് അള്ളാഹു വീശുന്ന കാറ്റിലൂടെയാണെന്നാണ് പറയപ്പെടുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. ഇനിയും കുറച്ച് കമൻസിന് റിപ്ലൈ ഒക്കെ പറയാനുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോകളിലായിട്ട് പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.